ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളൊരു സൂപ്പർ ഒരു ബിസിനസ്സിനെ കുറിച്ചാണ്. കാരണം വെച്ചാൽ നമുക്കറിയാലോ, ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോകുന്ന ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ നമ്മൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ് പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ബിസിനസ് റിലേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതൽ ചെയ്യാറ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ സു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സ്റ്റേഷനറി ഷോപ്പ് അല്ലെങ്കിൽ ഒരു സ്കൂൾ ബുക്സ് ഐറ്റംസ് അല്ലെങ്കിൽ സ്കൂൾ കിറ്റ്, ഓക്കെ, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്കൂൾ കിറ്റ് ഷോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, എന്തായാലും എല്ലാ ആളുകൾക്കും, എല്ലാ വീടുകളിലേക്കും, മക്കളും കുട്ടികളൊക്കെ ഉള്ള എല്ലാ വീടുകളിലേക്കും വളരെ നിർബന്ധമായിട്ടും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റുകളാണ് ഈ സ്കൂൾ കിറ്റ് എന്ന് പറയുന്നത്. അതിൽ സ്കൂൾ കിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്കിപ്പോൾ സ്റ്റേഷനറി ഷോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൊരുപാട് ഐറ്റംസുകൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അല്ലേ. നമുക്ക് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഓഫീസ്, സ്കൂൾ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഐറ്റംസുകളും നമ്മളതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ നമുക്കൊരു സ്കൂൾ കിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ലിമിറ്റഡ് ഐറ്റംസ്, അത് ഏതെങ്കിലും ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട്, ഒന്നില്ലെങ്കിൽ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെയുള്ള പിള്ളേർക്ക് ഒരു ലെവലിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. അതേപോലെ തന്നെ അവിടുന്ന് UP സ്കൂളിൻ്റെ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ലെവലിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഇപ്പോൾ ബാഗ്, അതേപോലെ തന്നെ നോട്ട്ബുക്ക്, അതേപോലെ തന്നെ പെന്ന്, പെൻസില്, ബോക്സ്, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, ഇതെല്ലാം ചേർത്തിട്ട് ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലെ ഈ പറഞ്ഞ പോലെ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ള പിള്ളേർക്ക് വാങ്ങാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഈ ഒരു ഇത്രയും ഐറ്റംസിനെ, ബാഗ്, നോട്ട്ബുക്ക്, പെന്ന്, പെൻസിൽ, ബോക്സ്, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, ഇതിനൊക്കെ ചേർത്തിട്ട് ഒരു കോംബോ ലെവലിൽ ഒരു കിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംബോ ഓഫറിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ്. കാരണം എന്തായാലും ഈ ഒരു സ്കൂളും കാര്യങ്ങളും തുറക്കുമ്പോഴേക്കും നമ്മുടെ ചെറിയ മക്കൾ സ്കൂളിലൊക്കെ പുതിയതായിട്ട് സ്കൂളിൽ ചേർത്തുന്നവരുണ്ടാവും. അതേപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ ഇവർക്കൊക്കെ എന്തായാലും പുതുവർഷത്തിൽ ഇതൊക്കെ പുതിയതായിട്ട് വാങ്ങുന്നവരായിരിക്കും ഒട്ടുമിക്ക പാരൻസും. ഇനി രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, എല്ലാം ഇതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നല്ല, കഴിഞ്ഞ വർഷം ഇതൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും കുഞ്ഞു കുട്ടികളായതുകൊണ്ട് തന്നെ ഇതൊക്കെ നാശാവാനും അതുപോലെ തന്നെ മുഷിയാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ പുതുവർഷത്തിലും അത് പുതിയ ഒരു കിറ്റ് അല്ലെങ്കിൽ പുതിയ ഒരു ഇതുപോലുള്ള ബുക്സും ബാഗും കാര്യങ്ങളൊക്കെ മേടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പേരൻസും ഇത് മേടിക്കും. അത് എവിടെയാണോ അവർക്ക് ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നുന്നത്, എങ്ങനെയാണോ ഓഫർ എന്ന് തോന്നുന്നത്, നല്ല രീതിയിൽ നല്ല ഓഫർ, നല്ല അട്രാക്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഓഫറും കാര്യങ്ങളും ബെനിഫിറ്റുള്ള രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ഷോപ്പ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ പോലും നല്ല രീതിയിൽ അത് സ്വീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിൽ, ഇപ്പോൾ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊന്നില്ലെങ്കിൽ അത് സ്റ്റേഷനറി ഷോപ്പ് പോലെ സെറ്റ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്കൂൾ കിറ്റ് കോംബോ ഒരു ഷോപ്പ് പോലെ നിങ്ങൾക്കതിന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റഡ് ഐറ്റംസുകൾ മാത്രം ആഡ് ചെയ്തുകൊണ്ട് അതിനൊരു കോംബോ സ്റ്റൈലിൽ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ഓൺലൈനും ഓഫ്ലൈനും നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും. അപ്പോൾ ഇതിനായിട്ട് വളരെ ചെറിയ പൈസയാണ് നമുക്ക് മുതൽ മുടക്കുണ്ടാവുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എന്താ പറയുക, ഇതെല്ലാം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് ബൾക്കായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ പോലും വളരെ ചെറിയ മുതൽ മുടക്കിൽ, വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കിതൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. നല്ല രീതിയിൽ മാർജിനും എടുക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റുകളാണ് ഈ പറഞ്ഞ പ്രൊഡക്റ്റുകൾ എല്ലാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾക്കിപ്പോൾ ഒരു 350 രൂപ ലെവലിലൊക്കെ നമ്മൾക്ക് ഒരു കിറ്റ് സെറ്റ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 400 രൂപ 500 രൂപ ലെവലിലൊക്കെ നമുക്ക്
നമുക്കൊരു കിറ്റ് സെറ്റ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് 999 അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 1500 രീതിയിലൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ എത്രയാണ് നമ്മുടെ പർച്ചേസിങ് കോസ്റ്റ് വരുന്നത് അതിൻ്റെ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു മാർജിനും ഒരു സാമാന്യ കുഴപ്പമില്ലാത്തൊരു മാർജിനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിന് വിൽക്കാൻ കഴിയും. പിന്നെ എല്ലാവർക്കും എന്താ പറയുക, ഇത് മേടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എല്ലാ പേരൻസും റെഡിമെയ്ഡ് കിറ്റ് ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം ഒരു 10 കടയിൽ കയറി അല്ലെങ്കിൽ ഒരു 10 സ്പോട്ടിൽ കയറി 10 ഐറ്റംസ് തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ ബെറ്റർ ഈ 10നെയും കൂടി നമ്മൾ ഒരു ആംഗിളിൽ അല്ലെങ്കിൽ ഒരൊറ്റൊരു കിറ്റിൽ ഒതുക്കിക്കൊണ്ട് നമുക്കിതിനൊരു കോംബോ ലെവലിൽ വിൽക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പേരൻസും അതിനായിരിക്കും ഫോക്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ പാരൻസും ഇഷ്ടപ്പെടുന്ന ഒരു മെത്തേഡാണ് ഈ റെഡിമെയ്ഡ് കിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഐറ്റംസുകളുമാണ്. അതേപോലെ തന്നെയാണ് ഒരു തുടക്ക ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പെടുന്ന ഒരു സംഭവം ഇത് വിറ്റുപോയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ലാഭം കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. പക്ഷേ 100% ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതും അതേപോലെ തന്നെ നല്ല ഹൈ മാർജിനും ലഭിക്കുന്നതുമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഈ ഒരു സ്കൂൾ കിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂൾ എന്താ പറയുക ആക്സസറീസ്, എന്താ പറയുക യൂണിഫോം റിലേറ്റീവ് ആയിട്ടുള്ള ആക്സസറീസ്, ഇപ്പോൾ ഷൂസ്, ചെറിയ കുഞ്ഞുങ്ങളെ ഷൂസ് അതേപോലെ തന്നെ സോക്സ് അല്ലെങ്കിൽ അവരുടെ ടൈ, ഇതുപോലെയുള്ള ബെൽറ്റ്, ഇപ്പോൾ ഇങ്ങനെയുള്ള ആക്സസറീസ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഫിനാൻഷ്യൽ അനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾക്ക് അതിനെ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സൂപ്പറായിരിക്കും. നല്ല മികച്ച രീതിയിൽ നമ്മൾക്ക് ഇതിനെ വിൽക്കാനും നല്ല ലാഭമുണ്ടാക്കാനും കഴിയുമെന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ ഇനി ഒരു ഓപ്ഷനും കൂടി നമുക്കിതിന് മുന്നിൽ വെക്കാനുള്ളത് ഒരു എന്താ പറയുക യൂണിഫോമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അറിയുന്ന ഒരാളെയും കൂടി നിങ്ങൾക്ക് ആ ഷോപ്പിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇരുത്താൻ കഴിയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ യൂണിഫോം സ്റ്റിച്ചിങ്ങിനൊക്കെ നല്ല ഡിമാൻഡും അതേപോലെ തന്നെ നല്ല തിരക്കും ഉള്ള സമയങ്ങളാണ്. അതേപോലെ തന്നെയാണ് നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ മൊത്തം ഇതുപോലെയുള്ള ഒരു സെറ്റപ്പിന് നിങ്ങൾക്ക് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു സ്കൂളിൽ പോകുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ യൂണിഫോംസ് അതേപോലത്തെ ബുക്ക് ഐറ്റംസുകൾ മറ്റുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു കിറ്റോ അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ഒരു തരത്തിൽ അവർക്കെല്ലാം ഒരൊറ്റ സ്ഥലത്ത് വന്ന് ബൈ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഷോപ്പ് സെറ്റപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതും വളരെ ചെറിയ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് കഴിയുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരു സമയത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഈ പറഞ്ഞ നോട്ട്ബുക്കിനാണെന്നുണ്ടെങ്കിൽ പേനക്കാണെന്നുണ്ടെങ്കിൽ പെൻസിലും ഡ്രോയിങ് ഐറ്റംസ് മറ്റുള്ള സ്കൂൾ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാ ഐറ്റംസുകളും ബാഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഐറ്റംസുകളും ഇനി അങ്ങോട്ട് പാരൻസൊക്കെ വാങ്ങി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ഒരു ഷോപ്പ് സെറ്റപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച രീതിയിലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. ഒരു 10,000 രൂപ മുതൽ ഒരു 30,000 രൂപ വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ സെറ്റപ്പും അതേപോലെ 50,000 രൂപ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1,00,000 രൂപ അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു കോംബോ ഷോപ്പ് സെറ്റപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ സ്കൂള് ഓപ്പണിങ്ങിന് നമുക്ക് 2 ആഴ്ച മുന്നൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, ഇത് നല്ല രീതിയിൽ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ബിസിനസ് സെറ്റ് ഔട്ടാവും. അപ്പോൾ ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, ഇപ്പോൾ ഒന്നും തുടങ്ങിയിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ നിലവിൽ എന്തെങ്കിലും തുടങ്ങി നിങ്ങൾ സൈലൻ്റായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിനെ ഈ ഒരു കണ്ടൻറ്റിനെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇതിന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയ മുതൽ മുടക്കി തുടങ്ങാനും കഴിയും. മാത്രമല്ല വലിയൊരു റിട്ടേൺസ് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. വളരെ ചെറിയ കാലയളവിൽ അത് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിൻ്റെ ഒരു വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് അതേപോലെ തന്നെ അടുത്ത സ്കൂൾ തുറക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ള ഒരു സമയത്ത് നടക്കുന്നൊരു ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിനെ നിങ്ങൾക്കൊരു സ്കൂൾ പരിസരത്തൊക്കെ കൊണ്ടുവരാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ലൈഫ് ടൈം ലെവലിലേക്ക് അതിനെ നിലനിർത്താനും കഴിയും ആ ഒരു ബിസിനസ്സിനെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ പുതിയ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.